നാട്ടികയിൽ ഇടതുമുന്നണിയിൽ രൂപപ്പെട്ടിട്ടുള്ള പ്രതിസന്ധി മുതലെടുക്കാനാണ് UDFന്റെ നീക്കം എന്നതാണ് എടുത്തു പറയേണ്ടത്. രമേശ് ചെന്നിത്തല മുകുന്ദനുമായി ഇതിനോടകം തന്നെ ചർച്ച നടത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് മുകുന്ദനെ പിക്ക് ചെയ്യുക എന്നൊരു തീരുമാനത്തിലേക്ക് UDF പോകുന്നുണ്ട്, BJP പോകുന്നുണ്ട് എന്നതാണ്. അതാണ് രാഷ്ട്രീയ നീക്കത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത്. TG സജിത്തിലേക്കാണ് പോകുന്നത്. സജിത്ത്, ഇത്തവണ നമുക്കറിയാം UDF പ്രത്യേകിച്ച് കോൺഗ്രസ് ഏറെ കരുതലോടുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത്. ഇത്തരത്തിൽ അത് G സുധാകരനെ പോലെയുള്ളവർ പാർട്ടിയുമായി ഇടഞ്ഞു നിൽക്കുന്നു. അദ്ദേഹം മത്സരിക്കുകയാണെങ്കിൽ അവിടെ എതിരാളിയെ നിർത്തേണ്ടതില്ല എന്ന ആലോചനകൾ കോൺഗ്രസിൽ നടക്കുന്നു. ഇപ്പോഴിതാ നാട്ടികയിൽ നിന്ന് മറ്റൊരു എതിർശബ്ദം CPIയിൽ ഉയർന്നു വരുന്ന പശ്ചാത്തലം. അതുകൊണ്ട് തന്നെ മുകുന്ദൻ മത്സരരംഗത്തുണ്ടെങ്കിൽ ഒരു പക്ഷേ പാർട്ടിയുടെ ഭാഗമാകാതെ സ്വതന്ത്രനായി നിന്നാൽ പോലും സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാതെ പിന്തുണയ്ക്കുക, അങ്ങനെയൊക്കെയുള്ള വലിയ സാധ്യതകളാണ് മുന്നിൽ ഉള്ളത്. അത് ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടിയായി മാറില്ലേ? നാട്ടിക വെല്ലുവിളിയാണ് തീർച്ചയായിട്ടും അഭിലാഷ്. ഇത് യഥാർത്ഥത്തിൽ CPI നേതൃത്വത്തിന്റെ പ്രതികരണം അല്പസമയത്തിനുള്ളിൽ പുറത്തു വരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. CPI ഇത്തരമൊരു പ്രതിഷേധ നീക്കം അവിടെ മുന്നിൽ കണ്ടിട്ടുണ്ടെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം മുകുന്ദനെ ഒഴിവാക്കുമ്പോൾ അത് ചില പ്രതിഷേധങ്ങൾക്ക് ഇടവയ്ക്കുമെന്ന തയ്യാറെടുപ്പിൽ തന്നെയാണ് CPIയും എന്നുമാണ് മനസ്സിലാവുന്നത്. പക്ഷേ CC മുകുന്ദൻ അവിടെ ഇതിനകത്ത് തന്നെ ഏറ്റവും പാവപ്പെട്ട, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിലും സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ ആ തരത്തിൽ അദ്ദേഹത്തിന് അനുകൂലമായ വലിയ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ CPIയുടെ നേതൃത്വവുമായി അദ്ദേഹത്തിന് അകൽച്ചയുണ്ടായിരുന്നു. നേരത്തെ തന്നെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്നടക്കം അദ്ദേഹത്തെ മാറ്റി നിർത്തുന്ന സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. അത്തരം തർക്കം നിലനിന്നിരുന്നു. പക്ഷേ ഒരു MLA എന്ന രീതിയിൽ ഒഴിവാക്കി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന സാഹചര്യമായിരുന്നു അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്തായാലും ഒടുവിൽ ഈ സ്ഥാനാർത്ഥി നിർണായ പ്രഖ്യാപനങ്ങൾക്ക് ശേഷം CPI ഇപ്പോൾ ഉണ്ടാകുന്ന വിവാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതൊരു പുനഃപരിശോധനയ്ക്ക് സാധ്യതയില്ല. ഗീതാ ഗോപി തന്നെ അവിടെ സ്ഥാനാർത്ഥിയായേക്കാം. ബിനോയ് വിശ്വം അല്പം സമയത്തുള്ളിൽ മാധ്യമങ്ങളെ ഇത് സംബന്ധിച്ച് കാണുന്നുണ്ട്. CC മുകുന്ദൻ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി പരിവേഷവുമായി മുന്നോട്ട് പോയാൽ കോൺഗ്രസ്, UDF, BJP ഒക്കെ ഈ സാധ്യത പരമാവധി ഉപയോഗപ്പെടുത്തുമെന്ന് ഉറപ്പാണ്. എന്തായാലും CC മുകുന്ദനുമായുള്ള വലിയ ആശയവിനിമയം കോൺഗ്രസ് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. രമേശ് ചെന്നിത്തലയാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. അല്പസമയത്തുള്ളിൽ രമേശ് ചെന്നിത്തലയും ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും കോൺഗ്രസ് ഈ സാധ്യത ഉപയോഗപ്പെടുത്തുമെന്ന് ഉറപ്പാണ്. അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കൂടുതൽ വരുന്നതോടുകൂടി അസംതൃപ്തർ നിരവധിയായി പുറത്തു വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ സാധ്യതകൾ ഇരുപക്ഷവും ഉപയോഗപ്പെടുത്തും. തൽക്കാലം ഇത് കോൺഗ്രസിന്റെ സാധ്യതയാണ്. അങ്ങനെ നാട്ടികയിലെ ഈ തർക്കത്തിൽ കോൺഗ്രസ് ഇടപെടുമ്പോൾ നമുക്കറിയാം, നാട്ടിക മുമ്പ് TN പ്രതാപൻ ജനപ്രതിനിധിയായിരുന്ന മണ്ഡലമാണ്. പക്ഷേ അതിനുശേഷം മണ്ഡല പുനർനിർണയത്തോടെ മണ്ഡലത്തിന്റെ സ്വഭാവത്തിൽ, രാഷ്ട്രീയ സ്വഭാവത്തിൽ മാറ്റം വരിക ചെയ്തിട്ടുണ്ട്. എന്തായാലും നാട്ടിക പേരിലെങ്കിലും അന്ന് കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടുത്തെ TN പ്രതാപന്റെ സ്വാധീനമൊക്കെ ചെറുതല്ലതാനും. അങ്ങനെ CC മുകുന്ദനെ പോലെ ഇടതുപക്ഷത്തു നിന്ന് വരുന്ന ഒരു വ്യക്തിയെ, ഒരു വിമതനെ മുന്നിൽ നിർത്തി കളിക്കാനുള്ള നീക്കത്തിലേക്ക് കോൺഗ്രസ് വരുന്നു എന്ന് വേണം നമുക്ക് ഈ നീക്കത്തിൽ നിന്ന് മനസ്സിലാക്കാൻ. വരുന്ന മണിക്കൂറുകൾ നിർണായകമാണ്. ആശയവിനിമയങ്ങൾ ശക്തമാണ്. എന്ന് മാത്രമല്ല, CC മുകുന്ദൻ പാർട്ടിക്കെതിരെ കടുത്ത ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. ഒന്ന്, പേയ്മെന്റ് സീറ്റാണ്. ഗീതാ ഗോപി നമുക്കറിയാം. ഗീതാ ഗോപി നേരത്തെ തന്നെ മകളുടെ കല്യാണത്തിന് വലിയ സാമ്പത്തികം ചിലവഴിച്ചുകൊണ്ട് നടത്തിയ ഒരു കമ്മ്യൂണിസ്റ്റുകാരിക്ക് വിരുദ്ധമായ നീക്കങ്ങൾ ഉണ്ടായിരുന്നു. ആക്ഷേപം കേൾക്കുകയും ഒടുവിൽ സീറ്റ് നിഷേധിക്കപ്പെടുകയും ഒക്കെ ചെയ്തതാണ്. അതിനുശേഷം അങ്ങനെ ഒരു വ്യക്തിയെ തന്നെ തിരികെ കൊണ്ടുവരുവാണ്. അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന ആ സ്ഥാനാർത്ഥിക്കെതിരെ ഇതിനകം തന്നെ CC മുകുന്ദൻ ആക്ഷേപങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞു. പേയ്മെന്റ് സീറ്റാണ്, സാമ്പത്തികമാണ് അവിടെ പരിഗണിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ പാർട്ടി സമ്പന്നർക്ക് വഴങ്ങി, ഇങ്ങനെയുള്ള ആക്ഷേപങ്ങളൊക്കെ ഉന്നയിച്ചു കഴിഞ്ഞു. അപ്പോൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉയർത്താൻ പോകുന്ന ആക്ഷേപങ്ങൾ ഇപ്പോൾ തന്നെ ഉന്നയിച്ചുകൊണ്ടാണ് മുകുന്ദന്റെ നീക്കമെന്നതും പ്രത്യേകതയുള്ള കാര്യമാണ്. അതുകൊണ്ട് നാട്ടിക സുപ്രധാനമാണ്. അപ്രതീക്ഷിതമായ ഒരു തെരഞ്ഞെടുപ്പ് മുഖത്തിലേക്ക് നാട്ടികയുടെ ചിത്രം മാറുകയാണ്. യെസ്, എന്തായാലും 2001-ലും 2006-ലും TN പ്രതാപൻ വിജയിച്ചു കയറിയ മണ്ഡലത്തിൽ 2011-ലാണ് ഗീതാ ഗോപിയിലൂടെ CPI തിരിച്ചുപിടിച്ചത്. 2016 ഗീതാ ഗോപി വിജയം ആവർത്തിക്കുന്നു. അതേസമയം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ CC മുകുന്ദൻ വലിയ ഭൂരിപക്ഷത്തിൽ ആണ് അവിടെ നിന്ന് വിജയിച്ചത് എന്നതാണ് എടുത്തു പറയേണ്ടത്. 72,000-ലധികം വോട്ടുകൾ ആയിരുന്നു മുകുന്ദന് ലഭിച്ചത് എന്നത് പ്രത്യേകം പറയേണ്ടതാണ്. ഏതാണ്ട് 28,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തോടു കൂടിയാണ് അവിടെ സുനിൽ ലാലൂർ ആയിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ എതിരാളി. 44,000 വോട്ടുകൾ ആണ് നേടിയത്. AK ലോചനൻ ആയിരുന്നു BJPയുടെ NDAയുടെ സ്ഥാനാർത്ഥി. 33,000 വോട്ടുകൾ ആണ് നേടിയത്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു സജിത്ത്, അതായത് BJPക്ക് 33,000 വോട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേടാൻ സാധിച്ച ഒരു മണ്ഡലമാണ്. കോൺഗ്രസിന് 44,000 വോട്ടുകൾ നേടാൻ സാധിച്ചു. 22,000 എന്ന ലീഡിൽ വലിയ മാർജിനിൽ ആണ് മുകുന്ദൻ വിജയിച്ച് കയറിയത്. അപ്പോൾ മുകുന്ദന് പാർട്ടിക്കപ്പുറത്ത് ചില ബന്ധങ്ങൾ കൂടി ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം UDFന്റെ പിന്തുണ കൂടിയാവുമ്പോൾ തീർച്ചയായും ആ മണ്ഡലം നഷ്ടപ്പെടുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയല്ലേ. അപ്പോൾ CPIക്ക് ഇതിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടതായി വരുമോ? അതിനപ്പുറത്ത് സജിത്ത് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഗീതാ ഗോപി എന്ന പേരിൽ തന്നെ ഉറച്ചു നിൽക്കും. അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത്?
ഈ മുകുന്ദന്റെ സമ്മർദ്ദത്തിന് CPI വഴങ്ങാൻ സാധ്യതയില്ല, അങ്ങനെ വേണം നമുക്ക് കരുതാൻ. കാരണം പ്രത്യേകിച്ച് പാർട്ടിയെ വെല്ലുവിളിച്ചുകൊണ്ടാണ് മുകുന്ദന്റെ നീക്കം. അപ്പോൾ സ്വാഭാവികമായും ആ നീക്കത്തിന് വഴങ്ങിക്കൊടുക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ മുകുന്ദൻ പുറത്തേക്ക് എന്ന നിലപാട് തന്നെയായിരിക്കും CPI ഈ വിഷയത്തിൽ സ്വീകരിക്കുക. കാരണം നേരത്തെ തന്നെ മുകുന്ദൻ MLA അല്ലെങ്കിൽ കൂടുതൽ അച്ചടക്ക നടപടികൾ നേരിടേണ്ടി വരുന്ന വ്യക്തി ആയേനെ. കാരണം പാർട്ടിയുമായി വലിയ തരത്തിലുള്ള തർക്കങ്ങൾ ആ മേഖലയിൽ തൃശ്ശൂരിൽ ഉണ്ടായിരുന്നു താനും. അതുകൊണ്ട് ഇത്തവണ സ്ഥാനാർത്ഥിത്വം കിട്ടില്ല എന്ന സൂചന മുകുന്ദനും ഉണ്ടായിരുന്നു. പാർട്ടി ആ കടുത്ത തീരുമാനത്തിലേക്ക് വരികയും ചെയ്തിരിക്കുന്നു. എന്തായാലും അവിടെ ഒരു പ്രതിസന്ധി ഉണ്ടായാലും മുകുന്ദനെ സ്ഥാനാർത്ഥിയാക്കേണ്ടതില്ല എന്ന തീരുമാനം തന്നെയാണ്. അഭിലാഷ് സൂചിപ്പിക്കുന്നത് പോലെ കോൺഗ്രസിന് ഇതൊരു വലിയ സാധ്യതയാണ്. കാരണം മറ്റൊന്നുമല്ല, ഇപ്പോൾ തന്നെ ഒരു അപമാനിക്കപ്പെട്ട് പുറത്താക്കപ്പെട്ട വ്യക്തി എന്നൊരു ഇമേജ് ഉണ്ടാക്കിയെടുക്കാൻ CC മുകുന്ദൻ ശ്രമിക്കുന്നുണ്ട്. അത്തരമൊരു ഇമേജ് ഉണ്ട്, കോൺഗ്രസിൻ്റെ വോട്ടുകളുണ്ട്, കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷത്തെ ചില പരമ്പരാഗത ചില വോട്ടുകൾ കൂടി മുകുന്ദനൊപ്പം കിട്ടിയാൽ മുകുന്ദൻ ഏറ്റവും മികച്ച കാൻഡിഡേറ്റ് എന്ന് കോൺഗ്രസ് കരുതും. അതുകൊണ്ട് മുകുന്ദനെ തയ്യാറാവുകയാണെങ്കിൽ മുകുന്ദനെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മുന്നോട്ട് പോകാനുള്ള സാധ്യത ഒട്ടും ചെറുതായിരിക്കില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും നാട്ടിക ഒരു അപ്രതീക്ഷിതമായ രാഷ്ട്രീയ തർക്കത്തിലേക്ക്, വിവാദങ്ങളിലേക്ക്, തെരഞ്ഞെടുപ്പ് പോലിലേക്ക് കടക്കുന്നു എന്നതാണ് രാഷ്ട്രീയ ചിത്രം. പൊതുവിൽ ഇടതുപക്ഷത്തിന് ഏറ്റവും സ്വതന്ത്രമായ, ഏറ്റവും സാധ്യതയുണ്ടായിരുന്ന ഒരു മണ്ഡലത്തിൽ അപ്രതീക്ഷിതമായ ഒരു പോരാട്ടമുഖം ഉയരുന്നു ഇപ്പോഴത്തെ CC മുകുന്ദന്റെ നീക്കങ്ങളോടെ എന്നതാണ് സാഹചര്യം. യെസ്, അജിത്ത് സൂചിപ്പിക്കുന്ന പോലെ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടുന്ന നിരവധിയായ മണ്ഡലങ്ങളുണ്ട്, ചാഞ്ചാട്ട സാധ്യതകളുള്ള മണ്ഡലങ്ങളുണ്ട്. അതിനിടയിലൊന്നും പെടാത്ത ഒരു മണ്ഡലമായിരുന്നു നാട്ടിക. അതായത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുരക്ഷിതമായി വിജയം ആവർത്തിക്കാമെന്ന് പൊതുവിൽ പ്രതീക്ഷിക്കുന്ന 30,000-നടുത്ത് വോട്ടുകളുടെ ലീഡ് ഉള്ള നാട്ടിക. ആ നാട്ടികയിലാണ് ഇപ്പോൾ അപ്രതീക്ഷിതമായ ആരോപണം ഉയരുന്നത്. അതാകട്ടെ പേയ്മെന്റ് സീറ്റ് വിവാദം ആണ് ഉയരുന്നത്. ഗീതാ ഗോപിയെ മത്സരാർത്ഥിയാക്കി രംഗത്ത് ഇറക്കുന്നത് പേയ്മെന്റ് സീറ്റിന്റെ അടിസ്ഥാനത്തിൽ, അത് പണം മാത്രം മുന്നിൽ കണ്ടുകൊണ്ടുള്ള പാർട്ടിയുടെ നീക്കം എന്ന ഗുരുതരമായ ആരോപണം ആണ് മുകുന്ദൻ ഉന്നയിക്കുന്നത്. എങ്കിൽ ആരോപണം തന്നെ ബാധിക്കില്ല എന്നും പാർട്ടി മറുപടി പറയുമെന്നുമാണ് ഗീതാ ഗോപിയുടെ പ്രതികരണം. ഇപ്പോൾ എൻ്റെ ഒരു ലക്ഷ്യം ബാക്കിയുള്ള പരാമർശങ്ങളൊന്നും എന്നെ ബാധിക്കുന്നതല്ല. നാട്ടികയിലെ ജനവിധി അത് ജനങ്ങൾ നിശ്ചയിക്കും. എന്നെ നെഞ്ചിലേറ്റിയതാണ് നാട്ടിയുടെ ജനം. ആ ജനങ്ങൾക്കറിയാം 10 വർഷം എന്താണ് ഇവിടെ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ. ആ മാറ്റങ്ങൾ അവരോർത്തുകൊണ്ട് തന്നെ വീണ്ടും സ്വീകരിക്കുമെന്നാണ് എനിക്ക് വിശ്വസിക്കാൻ. അതിനെന്റെ പാർട്ടി കൂടെ ഉണ്ട്. ഇതിലുള്ളവർ MLA ആയിരിക്കുന്ന ആള് പിൻഗാമിയായി വരുന്ന ഒരാളെ പറ്റി പറയുന്ന ഒരു ആക്ഷേപം ചെറുതല്ല. പ്രത്യേകിച്ചും പാർട്ടിക്ക് പണം 10 പൈസ പിരിച്ചു കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല, അവർക്ക് സാമ്പത്തിക ശേഷി ഉള്ളത് കൊണ്ടാണ് ഇങ്ങനൊരു വരുന്നതെന്ന് പറയുന്നത് പ്രചരണത്തിന്റെ തുടക്കത്തിൽ തന്നെ അങ്ങനെ എല്ലാം പാർട്ടി നേതൃത്വം പറയട്ടെ. മറുപടി പാർട്ടി പറഞ്ഞു. നാളെ പാർട്ടി DC ഉണ്ട്. DCക്ക് ശേഷം ആരോപണം പാർട്ടി നേതൃത്വം ഉണ്ടല്ലോ, പാർട്ടി സ്റ്റേറ്റ് നേതൃത്വം അല്ലേ. നാളെ ജില്ലാ കൗൺസിലുണ്ട്. ജില്ലാ കൗൺസിൽ കഴിഞ്ഞാൽ പാർട്ടി ജില്ലാ നേതൃത്വവും. യെസ്, എന്തായാലും ഗീതാ ഗോപിയുടെ മറുപടിയിൽ സജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ. പാർട്ടിക്ക് തന്നെ വിശ്വാസമുണ്ട്. 10 വർഷം താൻ നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് പാർട്ടി തനിക്ക് പിന്തുണ നൽകുമെന്ന് പറയുമ്പോൾ അടുത്ത സ്ഥാനാർത്ഥിയായി ഗീതാ ഗോപിയെ തന്നെ നിശ്ചയിച്ചു എന്നതിൽ തർക്കമില്ല. ഒരു പക്ഷേ ഈ നിലപാടിൽ നിന്ന് CPI പിന്നോട്ട് പോവുകയുമില്ല എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. അല്പസമയത്തിനകം ബിനോയ് വിശ്വം മാധ്യമങ്ങളെ കാണുമെന്നാണ് അറിയുന്നത്. അപ്പോൾ ഇത് സംബന്ധിച്ചൊരു സ്ഥിരീകരണം ഉണ്ടാകും. എന്തായാലും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഔദ്യോഗികമായി പാർട്ടി നടത്തിയിട്ടില്ല, ഔദ്യോഗികമായി തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല എങ്കിൽ പോലും അനൗദ്യോഗികമായ ആ പിക്ചർ വളരെ വ്യക്തമാണ് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്തായാലും ഈ രാഷ്ട്രീയ സാഹചര്യത്തെ എങ്ങനെ മുതലെടുക്കാം എന്നതാണ് UDF ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് രമേശ് ചെന്നിത്തല വളരെ പെട്ടെന്ന് മുകുന്ദനുമായി കൂടി ചർച്ചകൾ നടത്തിയിട്ടുള്ളത്. രമേശ് ചെന്നിത്തലയുടെ പ്രതികരണത്തിലേക്ക്. ഉച്ചയ്ക്ക് എന്നോട് സംസാരിച്ചിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, നിങ്ങളാണ് തീരുമാനം എടുക്കേണ്ടത്. വലിയ അസ്വസ്ഥതയുണ്ട്. പേയ്മെന്റ് സീറ്റ് വളരെ പാവപ്പെട്ടൊരു മനുഷ്യനാണ് ഈ CC മുകുന്ദൻ. അദ്ദേഹം അസുഖമായി കിടന്നപ്പോഴും ഞാൻ നിരവധി തവണ ബന്ധപ്പെടുകയും അദ്ദേഹത്തോട് സംസാരിക്കുകയും ചെയ്തതാണ്. നിയമസഭയെ വരുമ്പോഴും ഏറ്റവും പുറകിൽ വെച്ചപ്പോഴും എന്നെ ഞാൻ ഏറ്റവും ചിലപ്പോൾ പുറകിൽ പോയിരിക്കും. അപ്പൊ അന്നേരം എന്റെ അടുത്ത് വരികയും എന്നോട് സംസാരിക്കുകയും ചെയ്ത നല്ലൊരു കമ്മ്യൂണിസ്റ്റാണ്, ഒരു പാവപ്പെട്ട മനുഷ്യനാണ്. അദ്ദേഹത്തോട് ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഒന്നാം തവണയാണ്, ഒരു തവണയെ മത്സരിച്ചിട്ടുള്ളൂ. 2-3 തവണ മത്സരിച്ച ആളുകൾക്ക് ഇളവ് കൊടുക്കുന്നുണ്ട്. അദ്ദേഹത്തോട് ഒരു ക്രൂരതയാണ് CPI കാട്ടിയിട്ടുള്ളതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും അത് അദ്ദേഹത്തിന് എന്താ നിലപാടെന്ന് ഇരിക്കട്ടെ. ഇന്നിപ്പോ കുറച്ചു മുമ്പ് അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു. അപ്പൊ എന്താ വേണ്ടത് അദ്ദേഹം തീരുമാനിക്കട്ടെ എന്നാണ് ഞാൻ പറഞ്ഞത്. ഏതായാലും അദ്ദേഹം പറഞ്ഞത് ഞാൻ ശ്രദ്ധിച്ചു, പേയ്മെന്റ് സീറ്റാണുള്ളത്. അത് അദ്ദേഹം തന്നെ വ്യക്തമാക്കട്ടെ. ഏതായാലും ഈ CC മുകുന്ദൻ എന്ന് പറയുന്ന ഒരു നല്ല കമ്മ്യൂണിസ്റ്റാണ്, പാവമാണ്. ഒരു സ്വന്തമായി കിഴക്കിറക്കാൻ ഒരു ശരിയായ വീട് പോലും ഇല്ലാത്ത മനുഷ്യൻ, ആത്മാർത്ഥ ഒരാളാണ്.
ഞാൻ എല്ലാ MLA-മാരോടും നല്ല സൗഹൃദം വെച്ച് പുലർത്തുന്ന ഒരാളാണ്. അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളിലൊക്കെ ഞാൻ എപ്പോഴും ഇടപെടുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് എന്നെ അദ്ദേഹം വിളിച്ചത്. അത് കഴിഞ്ഞ് മറ്റു നേതാക്കളെയും അദ്ദേഹം സംസാരിക്കും. അത് വരട്ടെ, അത് ഞാൻ മാത്രം തീരുമാനിക്കേണ്ട കാര്യമല്ല. അദ്ദേഹത്തിന്റെ നിലപാട് അറിഞ്ഞ ശേഷം മറ്റു കാര്യങ്ങൾ തീരുമാനിക്കും. യെസ്, രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം ആണ് നമ്മൾ കേട്ടത്. രമേശ് ചെന്നിത്തല നല്ല കമ്മ്യൂണിസ്റ്റുകാരനായ നേതാവാണ് മുകുന്ദൻ എന്ന് പറഞ്ഞു വെക്കുന്നു. മുകുന്ദന്റെ തീരുമാനം എന്ത് എന്ന് അറിയട്ടെ, അതിനുശേഷം കൃത്യമായ നിലപാടുകൾ സ്വീകരിക്കുമെന്ന് പറയുമ്പോൾ തീർച്ചയായും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നാട്ടിക പിടിക്കുക എന്നത് അത്ര എളുപ്പമുള്ള ഒന്നല്ല. കാരണം അവിടുത്തെ വോട്ട് കണക്കുകൾ അപ്രകാരം ആണ്. അവിടെയാണ് മുകുന്ദനെ പോലെയുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ സ്ഥാനാർത്ഥിയായി രംഗത്ത് ഇറക്കാൻ സാധിച്ചാൽ, അല്ലെങ്കിൽ മുകുന്ദനെ പിന്തുണയ്ക്കാൻ സാധിച്ചാൽ ഒരു പക്ഷേ നാട്ടികയുടെ ചിത്രം മാറിയേക്കാം എന്നത് തന്നെയാണ്. മാത്രവുമല്ല, രാഷ്ട്രീയ സാഹചര്യം ഈ മണ്ഡല പുനർനിർണയത്തിന് ശേഷമാണ് നാട്ടികയുടെ സ്വഭാവം മാറിയത് എന്നത് നമുക്കറിയാം. സജിത്ത് തുടരുന്ന പശ്ചാത്തലത്തിൽ സജിത്ത്, ഇതായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. ഗീതാ ഗോപിയുടെ പ്രതികരണവും നമ്മൾ കേട്ടുകഴിഞ്ഞു. സജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ ഒരു മാറ്റം നമുക്ക് പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് തോന്നുന്നു. അല്പസമയത്തിനകം ബിനോയ് വിശ്വം മാധ്യമങ്ങളെ കാണുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. അതെ, അങ്ങനെ തന്നെ പ്രതീക്ഷിക്കണം. നാട്ടിക ഒരു അപ്രതീക്ഷിത പോരാട്ട ചിത്രത്തിലേക്ക് മാറുന്നു എന്ന സൂചനകൾ തന്നെയാണ്. ഒരുപക്ഷെ CPI ചില എതിർപ്പുകൾ പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ കൂടിയും മുകുന്ദൻ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മുന്നോട്ട് പോകുമോ എന്ന പ്രതീക്ഷ പാർട്ടി നേതൃത്വത്തിന് ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും ഈ സാധ്യത ഉപയോഗപ്പെടുത്താൻ കോൺഗ്രസ് ശ്രമിക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അത് രമേശ് ചെന്നിത്തലയുടെ അടക്കമുള്ള വാക്കുകളിലുമുണ്ട്. ആശയവിനിമയങ്ങൾ ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. ഒരുപക്ഷെ CC മുകുന്ദനെതിരെ യഥാർത്ഥത്തിൽ ഈ പാർട്ടി നേതൃത്വം ചില നീക്കങ്ങൾ നേരത്തെ തന്നെ നടത്തിയതിന് കാരണം പാർട്ടി നേതൃത്വവുമായുള്ള ചില തർക്കങ്ങൾ തന്നെയാണ് കാരണം. നേരത്തെ ഈ മുകുന്ദൻ, അദ്ദേഹത്തിന് ചില കാലിന് പരിക്കുപറ്റി അദ്ദേഹം വീട്ടിൽ വിശ്രമത്തിലായിരുന്ന സമയത്താണ് അദ്ദേഹം ചോർന്നൊലിക്കുന്ന വീട്ടിൽ താമസിക്കുന്ന MLA എന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലും മറ്റും ദൃശ്യങ്ങളും വീഡിയോകളൊക്കെ വന്ന് അത് വലിയ ചർച്ചയായത്. അന്നാണ് CC മുകുന്ദൻ എന്ന പേര് തന്നെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ നാട്ടികയ്ക്കപ്പുറത്തേക്ക് ഏറെ ചർച്ച ചെയ്യപ്പെടാനും തുടങ്ങിയത്. എന്തായാലും അന്ന് മുതൽ ചില തർക്കങ്ങൾ നേരത്തെ തന്നെ ഉണ്ട്. ഒടുവിൽ അത് CPIയുടെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്നടക്കം ഒഴിവാക്കുന്ന രീതിയിലേക്ക് തന്നെ സാഹചര്യങ്ങൾ വരികയും ചെയ്തിട്ടുണ്ട്. ഒടുവിൽ ഇപ്പോൾ ഈ മുകുന്ദന് സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെടുകയാണ്. ഇതോടുകൂടിയാണ് പുതിയ നീക്കമുണ്ടാവുന്നത്. നമുക്കറിയാം, നാട്ടിക എന്ന മണ്ഡലത്തിൽ അവിടെ ഗീതാ ഗോപിക്ക് കഴിഞ്ഞ തവണ സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെട്ടത് ചില ആരോപണങ്ങൾ, ആക്ഷേപങ്ങളുടെ പേരിലാണ്. അന്ന് ഈ ടേം വ്യവസ്ഥ CPI പൊടുന്നനെ പ്രഖ്യാപിച്ചപ്പോൾ പല അസംതൃപ്തരുമുണ്ട്. ഇത് സാധ്യമാകുമോ എന്ന് ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ എന്തായാലും ആ തീരുമാനവുമായി അന്ന് CPI മുന്നോട്ട് പോവുകയായിരുന്നു. തൊട്ടു പിന്നാലെ CPM-ഉം ഈ ടേം വ്യവസ്ഥ എടുത്തു. അപ്പം ടേം വ്യവസ്ഥ നിലവിൽ വന്നപ്പോൾ നേരിയ ആക്ഷേപങ്ങൾ ഉള്ളവർ പോലും സ്ഥാനാർത്ഥിത്വം കിട്ടാത്ത അവസ്ഥ CPI-ലുണ്ടായി. അങ്ങനെയാണ് ഗീതാ ഗോപിക്ക് കഴിഞ്ഞ തവണ സ്ഥാനാർത്ഥിത്വം കിട്ടാത്ത സാഹചര്യം ഉണ്ടായത്. തൻ്റെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ പണം ചിലവഴിച്ചു എന്ന ആക്ഷേപമാണെന്നുണ്ടായത്. സാധാരണ നമുക്കറിയാം, കമ്മ്യൂണിസ്റ്റ് രീതികൾ പൊതുവിൽ കർശനമായി നടപ്പാക്കണമെന്ന് ആഗ്രഹിക്കുന്ന പാർട്ടിയാണ് CPI. വിമർശനങ്ങളൊക്കെ ഉണ്ടെങ്കിലും പൊതുവിൽ അത് അവർ പാലിക്കാറുമുണ്ട്. അങ്ങനെയാണ് മകളുടെ വിവാഹവുമായി പണം ചിലവഴിച്ചത്. ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന് എങ്ങനെ ഇത്തരം പണം ഉണ്ടായി, അതെങ്ങനെ കൈവശം വന്നു തുടങ്ങിയ ആക്ഷേപങ്ങളൊക്കെ ഉണ്ടായത്. തുടർന്നാണ് അവർക്ക് സീറ്റ് തന്നെ നിഷേധിക്കുന്ന സാഹചര്യം കഴിഞ്ഞ തവണ ഉണ്ടായത്. പിന്നീട് ഇപ്പോൾ നമ്മൾ കാണുന്ന സാഹചര്യത്തിലേക്കും 5 വർഷത്തിലിപ്പുറം സംഭവിക്കുന്നു എന്നതാണ്. സാധാരണ രീതിയിൽ CC മുകുന്ദന് ഇത്തവണയും സീറ്റ് കിട്ടേണ്ടതാണ്. കാരണം ഒരു ടേം എന്ന വ്യവസ്ഥ CPM-ഇല്ല. ചുരുങ്ങിയത് 2 ടേമെങ്കിലും മത്സരിക്കാം. ഇതാണ് സാഹചര്യം. ഇപ്പോഴത്തെ ഈ നീക്കത്തിന് കാരണമായി CPI പറയുന്നത് CC മുകുന്ദന് ആ മണ്ഡലത്തിൽ വിജയ സാധ്യതയില്ല എന്നൊരു ന്യായം കൂടി അവർ കണ്ടെത്തുന്നുണ്ട്. അദ്ദേഹത്തിന് ഒരു പാവപ്പെട്ട മുഖമുണ്ട്, അദ്ദേഹത്തിന് ഒരു സാധാരണക്കാരൻ്റെ മുഖമുണ്ട്. എന്നിരുന്നാൽ കൂടിയും അദ്ദേഹത്തിന് പൊതുവിൽ ആ മണ്ഡലത്തിൽ വിജയിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമില്ല എന്ന വിലയിരുത്തൽ കൂടി CPI നടത്തിയിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ തീരുമാനമെടുത്തത് എന്ന ന്യായീകരണമാണ് CPI നേതൃത്വം മുന്നോട്ട് വയ്ക്കുക. എന്തായാലും പാർട്ടി നേതൃത്വത്തിനെതിരെ കൂടി കടുത്ത ആക്ഷേപങ്ങൾ കൂടി മുകുന്ദൻ ഉന്നയിച്ച സ്ഥിതിക്ക് ഇനി എന്താണ് CPI സംസ്ഥാന നേതൃത്വം ഇക്കാര്യത്തിൽ പ്രതികരിക്കുക എന്നതുകൂടി പ്രധാനപ്പെട്ട കാര്യമാണ്. അത്തരം പ്രതികരണം ഉണ്ടാകും നമുക്ക് പ്രതീക്ഷിക്കാം. യെസ്, എന്തായാലും ഇത് സംബന്ധിച്ച് പാർട്ടി നേതൃത്വം പ്രതികരിക്കട്ടെ എന്ന് തന്നെയാണ് ഗീതാ ഗോപിയുടെ ഭാഗത്ത് നിന്നുമുണ്ടായ മറുപടി. അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ പ്രതികരണം അല്പസമയത്തിനകം ഉണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ബിനോയ് വിശ്വം മാധ്യമങ്ങളെ കാണും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.